വർത്തമാനകാലത്ത് എല്ലാ വിശ്വാസികളും മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് കേവലം നേതാക്കളാൽ നിർമ്മിതമാകുന്ന വ്യത്യസ്തതയും വിഭാഗീയതയും വൈരുദ്ധ്യങ്ങളും ഏറ്റുമുട്ടലുമല്ല. ഓരോ മതത്തിലെയും വിശ്വാസികൾ അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിലേക്കും അത് അവതരിപ്പിച്ച ദൈവിക പുരുഷന്മാരിലേക്കും അവർ കാണിച്ചു തന്ന ജീവിതത്തിലേക്കുമൊക്കെ നാം എത്തി നോക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്തെ സമൂഹത്തിൽ കാണുന്നത് പരസ്പരമുള്ള അന്തഛിദ്രവും കലഹവും പോലെ തന്നെ ഓരോ വിശ്വാസങ്ങൾക്കകത്തും തമ്മിൽ തല്ലാണ്. ഇത്തരം തമ്മിൽ തല്ലുകൾ ഒരു ചിന്തിക്കുന്ന പുതിയ തലമുറയെ അകറ്റുന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന യാതൊരു ചുക്കും ചുണ്ണാമ്പും മാനവികതയ്ക്കോ മനുഷ്യത്വത്തിനോ ഒരു സേവനവും നൽകിയിട്ടില്ലാത്ത, എടുത്തു പറയാനൊന്നുമില്ലാത്ത നാസ്തികർ ഈ മതവിശ്വാസത്തെ പരിഹസിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂലഗ്രന്ഥങ്ങൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഓരോ വിശ്വാസിയും തിരിച്ചറിയേണ്ടതാണ്. ഹൈന്ദവ മതത്തെക്കുറിച്ചും ക്രൈസ്തവ മതത്തെക്കുറിച്ചും എനിക്ക് അധികം അറിയില്ല. എന്നാൽ ഇസ്ലാം മതത്തിൽ എന്താണ് ഈ വ്യത്യസ്തമായ സംഘടനാഭാവങ്ങളെക്കുറിച്ച് പറയുന്നതെന്നും അവർ പറയുന്നതും മതം പറയുന്നതും എന്താണെന്നും അതിലെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വായനയിലൂടെയും ചില ആശയവിനിമയങ്ങളിലൂടെയും ഒക്കെ ലഭിച്ച ചില ചിന്തകൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിമിനെക്കുറിച്ചും ആയതുകൊണ്ട് ആ ജാതിയെക്കുറിച്ച് മാത്രമാണ് എന്ന് ധരിക്കരുത്. ഓരോ മതവിശ്വാസികളും അവരവരുടെ മതങ്ങളിലേക്കും അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിലേക്കും മടങ്ങി ഇത് ബോധ്യപ്പെടേണ്ടതാണ്. തമ്മിൽ തല്ലിക്കുന്ന ആളുകൾക്ക് ആയുധമായി തീരുന്ന ഒരു ഗതികേട് ഓരോ സമൂഹവും അത് മാറ്റി എഴുതേണ്ടതാണ്. ആരുടെയും ആയുധവും കളിപ്പാവയുമല്ല തങ്ങളെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഇന്ന് പല അർത്ഥത്തിൽ വീതം വെക്കുന്നവരും വേർതിരിച്ചെടുക്കുന്നവരും ആ വീതം വെപ്പിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലുമായുള്ള ധാരാളം വിശ്വാസികളുള്ള ഒരു സമൂഹമായി ഇസ്ലാം മതവിശ്വാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉദ്ദേശം 85 ലക്ഷമോ 90 അല്ലെങ്കിൽ ഒന്നിനടുത്തോ ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ടാകും. കൃത്യമായ ജനസംഖ്യാ കണക്കെടുപ്പൊക്കെ നടന്നിട്ട് കാലങ്ങളേറെയായി. അതിൽ ഒരു 15 ലക്ഷമോ 20 ലക്ഷമോ ആളുകളാണ് ഈ പറയുന്ന കൊടും സംഘടനാവാദികളായി ഓരോ സംഘടനയിൽ ഇങ്ങനെ പല അർത്ഥത്തിലായി നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ സമഗ്രതയോടെ കാണുന്നവരുണ്ട്, ഷിർക്ക് ഷിർക്ക് വിരുദ്ധരുണ്ട്, അല്ലാത്ത വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഭാഗങ്ങൾ ഈ ഇസ്ലാം മതത്തിലുണ്ട്. ഈ 15 ലക്ഷം ആളുകളും അവരെ നയിക്കുന്ന 15 150 ആളുകളുമാണ് ഈ വ്യത്യസ്തമായ ബാനറുകളിൽ ഈ മുസ്ലിം സമുദായത്തെ സംഘടനകൾ തിരിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതിൽ മൃദുഭാവമുള്ളവരുണ്ട്, സമവായമുള്ളവരുണ്ട്, സമത്വമായി കാണുന്നവരുണ്ട്, വളരെ കാർക്കശ്യത്തോടെ നിലപാടെടുത്ത് മറ്റാരെയും കൂട്ടാതെ അടുപ്പിക്കാതെ ബന്ധപ്പെടാതെ നിൽക്കുന്നവരും ഈ ഗണത്തിലുണ്ട്. ഈ 15 ലക്ഷം കഴിച്ചുള്ള ബാക്കിയുള്ള മനുഷ്യർ അവരില്ല സാധാരണ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ, അവരങ്ങനെ ആയിക്കോട്ടെ, ഇവരിങ്ങനെ ആയിക്കോട്ടെ, ഇനി അത് പറഞ്ഞ് ഞാനെന്തിനാണ് നാശം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഭാഗമായി തുടരാം, ഇതിൻ്റെ ഭാഗമായി തുടരാം എന്നൊക്കെ വിശ്വസിച്ച് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. ഈ കണ്ണൂരിലൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് പോലെ CPMൻ്റെ ഗ്രാമം, BJPയുടെ ഗ്രാമം എന്നൊക്കെ പറയുന്ന ആ ഗ്രാമങ്ങളിലേക്ക് വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവർ ചെന്നാൽ പോലും എങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ഭാഗമായി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം എന്ന് കരുതി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ആളുകൾ ധാരാളമായുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. ഇന്ന് പല സംഘടനകളിലും പ്രവർത്തിക്കുന്ന 2ാം നിരയിലെയും 3ാം നിരയിലെയും ഒക്കെ പലരുടെയും ഒരു നിലപാട് ഇതുപോലെയാണ്. ഇതിനകത്ത് വന്ന് പെട്ടു, ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ തുടരട്ടെ, വഴക്കനും വക്കാണത്തിനും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് തുടർന്നു പോവുകയാണ്. ഇത്തരം തുടർന്നു പോകലുകളും നിലപാടുകളുമാണ് ഈ സംഘടനകൾ എന്ന പേരിൽ വ്യത്യസ്തമായ മേൽവിലാസങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനിത് പറയുന്നത് കൊണ്ട് സംഘടനകൾ വിട്ടുപോകാനോ മാറാനോ തിരിയാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില വസ്തുതാപരമായ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളെ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് വിളിച്ചത് ആരാണ്? സാധാരണ പേരൊക്കെ ഇടുമ്പോൾ നമ്മൾ പറയും അത് ഇന്നടുത്ത് ഇന്നാരിട്ട പേരാണ്, അല്ലെങ്കിൽ ഇന്നൊരു വലിയ ആളാണ് ആ പേര് നിർദ്ദേശിച്ചത്, അതുകൊണ്ട് ആ പേര് വളരെ പവിത്രമാണ് എന്നൊക്കെ പറയും. ഇസ്ലാം മതത്തിലെ വിശ്വാസികളായ മുസ്ലിങ്ങളെന്ന് അഭിമാനിക്കുന്നവർ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം എന്ന പേര് അള്ളാഹുവാണ് ഈ സമൂഹത്തിനിട്ടത്. ഈ മുസ്ലിം എന്നിട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ബ്രാക്കറ്റിൽ ഒരു പ്രത്യേകമായ ഇൻഷ്യലുകളും അള്ളാഹു ചേർത്തില്ല എന്ന് മാത്രവുമല്ല, ഇനി വേറെ ഏതെങ്കിലുമൊക്കെ പേരുകളിൽ കൂടി അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ
അള്ളാഹു അത്തരം പേരുകൾ കൂടി അതിനകത്ത് പരാമർശിച്ചേനെ. സുന്നി മുസ്ലിം, മുജാഹിദ് മുസ്ലിം, തബ്ലീഗ് മുസ്ലിം, ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം എന്നൊക്കെ ചേർത്തേനെ. അള്ളാഹു അങ്ങനെയൊന്നും ചേർത്തിട്ടേയില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ് അതിന് സാക്ഷ്യം. അതൊന്ന് കേൾക്കാം. സൂറത്ത് ഹജ്ജിലെ 78 വചനങ്ങൾ അതിങ്ങനെയാണ് പറയുന്നത്. കേട്ടോളൂ. വചനത്തിൽ 2-ാം വാചകത്തിൽ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേരിട്ടിരിക്കുന്നു, മുൻ വേദഗ്രന്ഥങ്ങളിലും ഈ വേദഗ്രന്ഥത്തിലും എന്ന് പറഞ്ഞാൽ ഈ പേര് അള്ളാഹു ഇട്ടതാണ്. ഈ പേരിന് പ്രത്യേകിച്ച് ബ്രാക്കറ്റുകളൊന്നും അള്ളാഹു ചേർത്തില്ല എന്ന് മാത്രവുമല്ല, സാധാരണ ചില രാഷ്ട്രീയ പാർട്ടികൾ പിളരുമ്പോൾ, ഇപ്പോൾ കേരള കോൺഗ്രസിനെ പോലെയൊക്കെ കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ പിളർത്താനും അള്ളാഹു പറഞ്ഞില്ല. എന്ന് മാത്രവുമല്ല, പലപ്പോഴും മതപ്രസംഗങ്ങളിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ നിങ്ങൾ പല സൂറത്തുകളും ആയത്തുകളും ഹദീസുകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ചില ഖുർആനിക വചനങ്ങളും ആ സൂറത്തുകളുമൊന്നും അത്രയേറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അള്ളാഹു ഭിന്നിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. സൂറ അഷൂറയിലെ 14-ാം വാചകം പറയുന്നത് ഈ ഭിന്നിപ്പിനെക്കുറിച്ചാണ്. വേദഗ്രന്ഥങ്ങളുടെ പേരിൽ, അതായത് തൗറാത്തിൻ്റെയോ ഇഞ്ചീലിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദഗ്രന്ഥങ്ങളുടെ പേരിൽ പോലും അവർ ഭിന്നിക്കുന്നത് ആദർശാത്മകത കൊണ്ടല്ലെന്നും മറിച്ച് പരസ്പരം അക്രമികളായി തീർന്നതുകൊണ്ടാണെന്നും അള്ളാഹു തന്നെ താക്കീത് ചെയ്യുന്നുണ്ട്. കേൾക്കാം. അവർ ഭിന്നിച്ചത് അവർക്ക് അറിവ് കിട്ടിയതിന് ശേഷം തന്നെയാണ്. അവർ തമ്മിലുള്ള അതിക്രമം നിമിത്തമാണത്. ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്. അതായത് അറിവ് ലഭിച്ചതിന് ശേഷം തന്നെ പരസ്പരമുള്ള അതിക്രമത്തിൻ്റെ പേരിലാണ് അവർ ഭിന്നിച്ചതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് അൻആമിൻ്റെ 159-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. തങ്ങളുടെ ദീനിനെ ഭിന്നിപ്പിക്കുകയും കക്ഷികളായി പിരിയിക്കുകയും ചെയ്തവരുമായി നബിയെ താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവർക്ക് അറിവ് ലഭിച്ചതിന് ശേഷമാണ് അവരിങ്ങനെ ഭിന്നിച്ചതെന്നും അതിന് കാരണം അവർ തമ്മിലുള്ള ആക്രമണമാണെന്നും അക്രമകരമായ നിലപാടാണെന്നും പറയുന്ന അള്ളാഹു ഉപയോഗിച്ച വാക്ക് ബൈഅ് എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥത്തിൽ പറയുന്നത് ധിക്കാരം, അതിക്രമം, താന്തോന്നിത്തം, ശത്രുത, അസൂയ, കിടമത്സര്യം, കക്ഷിമാത്സര്യം എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് ബ്രാക്കറ്റുകൾ കൊണ്ടുവന്നതിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനാ രൂപങ്ങൾ കൊണ്ടുവന്നത് അത് ഇസ്ലാമികമാണ്, അത് വലിയ ഹലാലാണ്, വലിയ നന്മയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവർ ഈ മുസ്ലിം എന്ന വാക്ക് തന്നത് അള്ളാഹു ആണെന്നും അതിന് പ്രത്യേകിച്ച് ബ്രാക്കറ്റുകളൊന്നുമില്ലെന്നും അതിനെ സംബന്ധിച്ചുള്ള ഉത്തമ ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. ഇങ്ങനെ സംഘടനകൾ തുടങ്ങിയ ശേഷം പ്രത്യേകമായ ആസ്ഥാനങ്ങൾ, പ്രത്യേകമായ പള്ളികൾ, പ്രത്യേകമായ മദ്രസകൾ, പ്രത്യേകമായ ഹജ്ജ് ഗ്രൂപ്പ്, പ്രത്യേകമായ ഉംറ ഗ്രൂപ്പ്, പ്രത്യേകമായ വിവാഹാലോചനകൾ, പ്രത്യേകമായ നോമ്പുതുറകൾ, സക്കാത്ത് വിതരണം തുടങ്ങിയ വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് കൊണ്ടുവന്നു. ഈ വൈവിധ്യങ്ങളും ഈ സംഘടനയുടെ ചട്ടക്കൂടും ചേർന്ന് നിൽക്കലിൻ്റെ മനോഹാരിതയുമൊക്കെ
അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പലപ്പോഴും പലയിടങ്ങളിലും കൂട്ടപ്രാർത്ഥനയുടെയും കൂട്ടം ചേരലിൻ്റെയും ഒക്കെ മഹത്വം പറയുന്നെങ്കിലും അള്ളാഹു നൽകിയ മേൽവിലാസത്തിൽ മുസ്ലിം എന്ന പേരിൽ നേരത്തെ സൂചിപ്പിച്ച അക്രമം, താന്തോന്നിത്തം, കിടമത്സരം, കക്ഷിമാത്സര്യം ഇതൊന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് അള്ളാഹു നിർദ്ദേശിച്ചതും അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടതും. നമസ്കാരത്തിൽ ഞങ്ങളിതാ നമസ്കാരത്തിന് നിൻ്റെ മുന്നിൽ നിൽക്കുന്നുവെന്നും ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നും ഒക്കെ പറയുന്ന ആ ഞങ്ങളിൽ ആ വിശ്വാസ സമൂഹത്തിൻ്റെ ആകെ തുകയാണ് കാണേണ്ടത്. അല്ലാതെ അതിൽ സുന്നിയും മുജാഹിദും വേറൊരു വിഭാഗവുമല്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട വിശ്വാസികളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇനിയും സംഘടനകളുടെ പേരിൽ ഇവർ പറഞ്ഞു കൂട്ടുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ വലിയ ആഴത്തിലേക്കൊന്നും പോയി വലിയ മാത്സര്യ ബുദ്ധിയോടെ പഠിക്കേണ്ടതില്ല. ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ ഇത്തരം സംഘടനാ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും എവിടേക്കാണ് ഈ സമൂഹത്തിനെ കൊണ്ടുപോകുന്നതെന്നുള്ളത് പരസ്പര തീവ്രവാദി പ്രയോഗത്തിലും ഒരാളിൻ്റേത് തകർക്കാനും അപമാനിക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നത് നോക്കിയാൽ മതിയാവും. ചിലരൊക്കെ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഭിന്നിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഞാനതിൻ്റെ പരമമായ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ, ഒരു മതത്തെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന വിഷയത്തിൽ അതിൽ കക്ഷി സംഘടന ഭേദമില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. അതായത് എൻ്റെ സംഘടനാപരമായ നിലപാട് നോക്കുമ്പോൾ ഞാൻ അള്ളാഹു പേരിട്ട് വിളിച്ച ബ്രാക്കറ്റില്ലാത്ത മുസ്ലിമിലാണ് നിലകൊള്ളുന്നത്. ആ മുസ്ലിമിലാണോ നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നതെന്ന് ഒന്ന് ദയവായി ചിന്തിക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം ആ സംഘടനാ വീര്യവും വൈരാഗ്യവുമെങ്കിലും പരസ്പരം ഒന്ന് കുറച്ച് ഈ ഒറ്റ പേരിട്ട് വിളിച്ച ആ സ്ഥാനത്തോട് കുറച്ചൊക്കെ നീതി പുലർത്തേണ്ടതുമാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം.